എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അസർബൈജാൻ യാത്രയുടെ 3-ാം ദിവസമാണിന്ന്. ഇന്നത്തെ യാത്ര ഷഹദാഗിലേക്കാണ്. ഷഹദാഗ് എന്ന് പറഞ്ഞാൽ അസർബൈജാന്റെ ഏറ്റവും വലിയ സ്നോ സ്പോട്ടാണ്. 4200 മീറ്റർ ഉയരമുള്ള മലനിരകളാണിത്. ബാക്കുവിൽ നിന്ന് 215 കിലോമീറ്റർ ദൂരമാണ് ഷഹദാഗിലേക്കുള്ളത്. പക്ഷെ ഒരു 3 മണിക്കൂറും കൊണ്ടൊക്കെ നമ്മൾ അവിടേക്ക് എത്തും, നല്ല റോഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. ഈ ഷഹദാഗിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ റഷ്യയിലേക്ക്, അത്ര അടുത്താണ്. ഷഹദാഗ് എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായ മല ആയിട്ടാണ് ഇവിടെ ഉള്ളവർ കാണുന്നത്. കോക്കസ് മലനിരകളുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മലയാണിത്. കോക്കസ് മലനിരകളിലെ സുന്ദരി എന്നാണ് ഷഹദാഗ് അറിയപ്പെടുന്നത്. പോകുന്ന വഴിയൊക്കെ വളരെ ഭംഗിയുള്ള വഴികളാണ്. നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള പോലത്തെ വഴികളും കാര്യങ്ങളും ഒക്കെയാണ്. ആദ്യമൊക്കെ ഈ മരങ്ങൾ ഇല പൊഴിച്ച് നിൽക്കുന്ന അതേപോലത്തെ ഒരു കാഴ്ചകളൊക്കെ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ പിന്നെ അങ്ങ് മലയുടെ മുകളിലോട്ട് കയറും തോറും കാഴ്ചകൾ വളരെ ബ്യൂട്ടിഫുൾ ആയി മാറി. അതായത് ഇങ്ങനെ മലകളുടെ മുകളിൽ ഇങ്ങനെ മരങ്ങൾ നിന്നിട്ട് ആ മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ വീണിങ്ങനെ കിടക്കുന്നത് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആക്ച്വലി ഈ ടൈം സെലക്ട് ചെയ്ത് അസർബൈജാനിൽ പോകുന്നത് തന്നെ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുന്നേ കാശ്മീരിൽ പോയപ്പോഴും മഞ്ഞ് അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഒക്ടോബറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ടുള്ള വഴി കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഒരു തവണയെങ്കിലും ഇതുപോലെയുള്ള ഒരു സ്ഥലമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കണ്ടോ, പോകുന്ന വഴിക്കൊക്കെ മഞ്ഞ് കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് മഞ്ഞ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ മഞ്ഞ് കണ്ട സ്ഥലത്ത് തന്നെ നിർത്തി അതൊക്കെ വാരി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ബാക്കുവിലെ അപേക്ഷിച്ചിട്ട് വിൻഡ് കുറവായിരുന്നു. വിൻഡ് കുറവായതുകൊണ്ട് വലിയ അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പും വിറവലൊന്നും തോന്നിയില്ല. കണ്ടോ, നല്ല രസമാണ് പോകുന്ന വഴിക്ക്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെല്ലുമ്പോൾ ഉള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചെയർ ലിഫ്റ്റാണ് ആദ്യത്തെ ആക്ടിവിറ്റി. ചെയർ ലിഫ്റ്റ് നമ്മുടെ പാക്കേജിൽ ഉള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും എടുക്കണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ട് പോകുന്ന വഴിക്ക് മഞ്ഞ് കിടക്കുന്നുണ്ട്, നല്ല ഭംഗിക്കല്ലേ കിടക്കുന്നത്. അവിടെയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മഞ്ഞ് കാണുമ്പോൾ നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെ. ഇവിടുന്ന് 30 കിലോമീറ്റർ ഉള്ള റഷ്യക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു ത്രില്ലായിരുന്നു. നമ്മുടെ ഒരു 55 രൂപയാണ് ഇവരുടെ ഒരു മന്നത്താണ് ഇവരുടെ നോട്ട്. പിന്നെ ആദ്യം നമ്മൾ ചെയർ ലിഫ്റ്റിലാണ് കയറാൻ പോകുന്നതെന്ന് പറഞ്ഞു, ആദ്യത്തെ ആക്ടിവിറ്റി. അതിപ്പോൾ ഒരുപാട് വീഡിയോസ് അവിടെ ചെന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത തിരക്കിൽ. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്, ഈ സിനിമകളിലും വീഡിയോസിലൊക്കെ മാത്രം നമ്മൾ കണ്ടിട്ടില്ല ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് കണ്ടോ, ക്രിസ്മസ് ട്രീയും ഒരു സാന്റാക്ലോസിൻ്റെ നാട്ടിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ ചെയർ ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ്. ഈ ചെയർ ലിഫ്റ്റിൽ ആദ്യം കയറാൻ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവരിത് നിർത്തി തരത്തൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ കറങ്ങി 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 പോകും. പക്ഷെ നമുക്ക് ചാടിക്കയറി പെട്ടെന്ന് ഇരിക്കാനൊക്കെ പറ്റും എല്ലാവർക്കും. ഭയങ്കര രസമാണ്. കണ്ടോ, താഴെ മൊത്തം മഞ്ഞ്. ഒരു 4200 മീറ്റർ ഉയരമുള്ള മലയുടെ പൊക്കത്തിൽ ഇങ്ങനെ ചെയർ ലിഫ്റ്റിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ്, നല്ല തണുപ്പ്, താഴെ മുഴുവനും മഞ്ഞ്, നല്ല സൺലൈറ്റ് ഉള്ള ദിവസമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല വിസിബിലിറ്റി ആയിരുന്നു ചുറ്റിനും. എൻ്റെ താഴെ ഫുള്ള് സ്നോയോ, ഒട്ടും പേടി തോന്നത്തില്ല നമുക്ക്. ഒരു ടെൻഷനോ അങ്ങനെ ഒന്നും തോന്നത്തില്ല. ഭയങ്കര രസമാണ്. അവരുടെ ഒരു ടൂറിസം സാധ്യതകളൊക്കെ കണ്ടോ. നമ്മൾ ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും. ഇത്രയും നല്ല രസമാണ് ഇവിടെ. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അസർബൈജാൻ. അസർബൈജാനിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഷഹദാഗായിരുന്നു. നമ്മൾ ചെയർ ലിഫ്റ്റ് കഴിഞ്ഞിട്ട് കയറിയത് റോളർ കോസ്റ്ററിലായിരുന്നു. ഇതിൻ്റെ പേരാണ് റോളർ കോസ്റ്റർ. ചെയർ ലിഫ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് റോളർ കോസ്റ്ററിൽ കയറാൻ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് പാക്കേജിലില്ലായിരുന്നു, എന്നാലും 40 മന്നത്ത് കൊടുത്ത് നമുക്ക് ഇതിൽ കയറാം. അപ്പം ഇതിൽ കൂടി കയറിയിട്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഇതായിരുന്നു ചെയർ ലിഫ്റ്റിനെക്കാളും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നത് കയറിയപ്പോൾ. കാരണം നമ്മളൊരു റോളർ കോസ്റ്ററിൽ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ട്
നമ്മുടെ മുമ്പിൽ പുറകിലൊന്നും ആരുമില്ല. കുറെ കഴിഞ്ഞിട്ട് ഇവർ അടുത്ത റോളർ കോസ്റ്റർ വിടത്തുള്ളൂ. ഇതിങ്ങനെ വളരെ പതുക്കെ 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 ഇങ്ങനെ മഞ്ഞിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോവാണ്. മഞ്ഞ് മൂടിയ ചെടികളും പുല്ലുകളും ഒക്കെ ആദ്യമേ ഇങ്ങനെ കാണും. ശരിക്കും ഇങ്ങനെ വേറെ ഏതോ മായാലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നും. വളരെ പതുക്കെ 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 ഇങ്ങനെ പോകും. കണ്ടോ, പതുക്കെ പതുക്കെ. പിന്നെ വേറൊരു സ്ഥലത്തെത്തുമ്പോൾ ഇവർ നമ്മളെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വേറെ വണ്ടിയിൽ കയറ്റിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ ബാഗൊക്കെ എടുത്ത് വെച്ച് മൊബൈലൊക്കെ എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഓർക്കും ഇത് എന്തിനായിരിക്കും എന്ന്. പിന്നെയാണ് അറിയുന്നത് വളരെ സ്പീഡിൽ പോകുന്ന വേറൊരു റോളർ കോസ്റ്ററിലാണ് നമ്മളെ കയറി ഇരുത്തുന്നത്. അതിൽ കയറിയിട്ട് നമ്മൾ കണ്ണൊക്കെ അടച്ച് അയ്യോ പേടിച്ചു പോകും. ഭയങ്കര പേടിച്ചായിരിക്കുന്നതൊക്കെ അതിൽ. പക്ഷെ എന്നാൽ അത് ഭയങ്കര രസമായിരുന്നു. അതിൽ ഒരുപാട് ക്യാമറാസ് അവരിങ്ങനെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കും പെട്ടെന്ന് പെട്ടെന്ന്. എന്നിട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് തരും. നമുക്കത് വേണേൽ വാങ്ങാം, വേണ്ടെങ്കിൽ വാങ്ങണ്ട. എന്തോ ഈ റോളർ കോസ്റ്റർ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മളിങ്ങനെ ഇരുന്ന് പയ്യെ 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 ഇങ്ങനെ പോവാണ്. കണ്ടോ, മരങ്ങളൊക്കെ കണ്ടോ, നമ്മളിങ്ങനെ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് പോലത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ, ഫോട്ടോസിലൊക്കെ. ശരിക്കും ഈ അസർബൈജാൻ അഗ്നിയുടെ നാടെന്നല്ലേ അറിയപ്പെടുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന അഗ്നിയുടെ നാട്. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭാവനകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും. നല്ല തണുപ്പ്, വിൻഡൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല സുഖകരമായിട്ടുള്ള ഒരു രസമുള്ള കാലാവസ്ഥ. ഇവിടെ വെച്ച് കുറെ മലയാളികളൊക്കെ ഞങ്ങൾ കണ്ടു. കുറെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. എത്ര എത്ര ആൾക്കാരല്ലേ ഇങ്ങനെ സഞ്ചാരമൊക്കെ ആയിട്ട് നടക്കുന്നത്. എന്ത് രസം ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുക ഓർക്കും. ഞങ്ങൾ 2 വർഷം മുമ്പ് അസർബൈജാനിൽ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പ്രകാരമാണ് ഈ സീസണിൽ തന്നെ പോയത്, മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, അകലത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പുകമഞ്ഞ് പോലെ. പിന്നെ അതിനകത്തോട് നമ്മളിങ്ങനെ കയറി 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 പോവാ. ഇനി പനി ചെയ്ത് നോക്കിയാൽ എത്ര രസകരമെന്ന്. അപ്പോൾ ഇതൊക്കെ അസർബൈജാന്റെ പ്രധാനപ്പെട്ട കാഴ്ചകള്, ഇന്നത്തെ ഷഹദാഗിലെ കാഴ്ചകള്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഇവിടെ നല്ല ഫുഡും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നല്ല സാമാന്യം കുറവുള്ള വിലയ്ക്ക് കിട്ടും ചെയ്യും. നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം മൊത്തം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാക്കൂലി ഞങ്ങളുടെ ഹോട്ടലിലോട്ട് തന്നെ പോയി. ഇതൊക്കെയായിരുന്നു അസർബൈജാൻ യാത്രയുടെ നമ്മുടെ ഷഹദാഗിലെ വിശേഷങ്ങളും കാര്യങ്ങളും. ഈ 2 കാര്യങ്ങളും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 3-3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.